നമസ്കാരം. പ്രീമിയർ ഫുട്വെയർ ലെറ്റ്സ് ഡാൻസ് സീസൺ 2 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർ. ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സെമി ഫൈനൽ റൗണ്ട്. 9 ജോഡികൾ, അവരുടെ ഒരേ ഒരു പാഷൻ ഡാൻസ്. നമ്മുടെ ഈ സെമി ഫൈനലിസ്റ്റ് എല്ലാവരും പ്രീമിയർ ഫുട്വെയർ ലെറ്റ്സ് ഡാൻസ് സീസൺ 2 ഈ ഒരു വേദിയിൽ ചുവടുവെക്കാൻ കാത്തിരിക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് സ്വാഗതം ചെയ്യാം a very own panel of judges. Welcome Laila Majnu. Welcome Romeo Juliet. നമ്മുടെ ചീഫ് ജഡ്ജ് our very own Shanti Master. Welcome judges to Premier Footwear Let's Dance Season 2. നമ്മുടെ contestants are just one step away from the finale. അവരുടെ hard work and dedication is what matters. അതുപോലെ തന്നെ ഒരു ഹാർഡ് വർക്കിംഗ് ആൻഡ് ഡെഡിക്കേറ്റഡ് ജോഡിയാണ് ഇനി ഈ വേദിയിൽ ആദ്യമായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത്. പ്ലീസ് വെൽക്കം അഖിൽ ലക്ഷ്മി. ഹലോ അഖിൽ. ഹായ് ലക്ഷ്മി. Both looking very pretty. ഏത് റൗണ്ട് ആണ്? Any form of dance. One form of dance. Okay, അപ്പോൾ ഏത് ഫോം ആണ് സെലക്ട് ചെയ്തത്? Tango. ടാങ്കോ. നിങ്ങൾ ആദ്യമായിട്ടല്ലേ ടാങ്കോ ട്രൈ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഒരു ചാലഞ്ച് തന്നെയാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്പെഷ്യൽ ആയിട്ട് ട്രെയിനറിനെ കൊണ്ടുവന്നോ? ഐ മീൻ ഡിഡ് യു ഓൾ അപ്രോച്ച് ഓർ ഫ്രം യുവർ ഓൺ റിസർച്ച്? ഓൺ റിസർച്ച്. അപ്പം ഒരു കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? Good luck for this performance. Thank you. ഒരു കുട്ടി ബ്രേക്കിന്റെ സമയമായി വീണ്ടും വരാം. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് ഓൺലി ഓൺ പ്രീമിയർ ഫുട്വെയർ ലെറ്റ്സ് ഡാൻസ് സീസൺ 2. ലക്ഷ്മി ചെയ്യുമോ ഫുള്ള് കൺട്രോൾ ഫുള്ള് ടൈറ്റ് ആയിട്ടുണ്ട്. യുനോ
മിസ്സായി പോണ് ഗ്രിപ്പ് അത് ഉണ്ടാവില്ല. വെരി സോഫ്റ്റ്, വെരി നൈസ്. A guy should lead a girl. A girl should not lead a guy. ഈ സോങ് വീണ്ടും പിക്ചറൈസ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഐ എം വെരി ഷുവർ ദിസ് ഐഡിയ വുഡ് ബി മോർ ബെറ്റർ ദാൻ വാട്ട് വി സോ ഇൻ ദ സിനിമ. സീരിയസ്ലി. BC 2-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന അശ്വഘോഷന്റെ വരികൾ. അധധർമ്മ ചക്രപ്രധാനാഭി ധൃതിമതി സമാധി നേമിമത് തത്ര വിനയ നിയമാരുമൃഷ്യർ ജഗതോ ഹിതായ പരിഷ്യദ്യ വർത്തയത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഡാൻസ് ആയിരുന്നു അത്. ആദ്യം മുതൽ അവസാനം വരെ ആ ചക്രം അത് റിലേറ്റ് ചെയ്തേക്കുന്ന ഓരോരോ ഫാക്ടേഴ്സും ഓരോരോ കാര്യങ്ങളും ഇറ്റ് വാസ് എക്സലന്റ്. അഖിൽ, ലക്ഷ്മി, ടാങ്കോ ഒരു പുതിയ ട്രൈ തന്നെയായിരുന്നു. ആൻഡ് ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി ഒരു ഡിഫിക്കൽട്ട് ആയൊരു ഫോം തന്നെ ട്രൈ ചെയ്തു. റോമിയോ ജൂലിയറ്റ്, കമന്റ്സ് പ്ലീസ്. അഖിൽ ലക്ഷ്മി, സിജ പറഞ്ഞാണ് കറക്റ്റ്. ഒരു ഗുഡ് ട്രൈ. കാര്യം ഇതിൽ ഈ ഒരു ജഡ്ജിങ് പാനലിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഇത്രയും നാളത്തെ ഒരു സെമി ഫൈനൽ റൗണ്ട് വരെ എത്തി നമ്മൾ കണ്ടിട്ട് ഉള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ തന്നെ ഓരോരോ ഞങ്ങൾക്ക് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പം ഒരു ബി ബോയിങ് ഡാൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഏരിയൽ ആക്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പം എൻ്റെ മനസ്സിൽ വരും അഖിൽ ലക്ഷ്മി, അങ്ങനെ ഒരു കമ്പാരിസൺ വരും. അപ്പോൾ അങ്ങനെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു പെർഫോമൻസ് വാസ് നോട്ട് അപ് ടു ദ മാർക്ക്. പക്ഷേ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഓൺ സ്റ്റൈൽ വിട്ട് ഒരു പുതിയൊരു വലിയൊരു അറ്റംപ്റ്റാണ്. അതൊരു പുതിയ സ്റ്റൈലിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു പരിധി വരെ അത് സക്സസ് ആയിട്ടുണ്ട്. എങ്കിലും ഒരുപാട് ദൂരം ഇനിയും കറക്റ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. വി വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓവറോൾ ജസ്റ്റ് ഓക്കെ. താങ്ക് യു. ലല മജ്നു. ഹായ് അഖിൽ ആൻഡ് ലക്ഷ്മി. ഇപ്പോൾ ഒരു ഫോം ഓഫ് ഡാൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി സ്പെഷ്യൽ. എല്ലാ ഫോം നിങ്ങൾ ഡാൻസ് എടുക്കുന്ന പോലെ ഇല്ല. അപ്പോൾ ഫോക്ക് എന്ന് പറയുമ്പോൾ ഫോക്ക് ഏത് ഡാൻസ് വേണാൽ ചെയ്യാം. നമ്മൾ ഒരു കൾച്ചർ ഫോം ഓഫ് ഡാൻസ് എന്ന് പറയുമ്പോൾ അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഉള്ള ആൾ മാത്രമാണ് ചെയ്താണ് അതിൻ്റെ ഭംഗി. നമ്മൾ വെറുതെ അറിയാം നമ്മൾ ഡാൻസ് ക്യാൻ ഡാൻസ് എനി ഫോം ഓഫ് ഡാൻസ്, നോട്ട് എ പ്രോബ്ലം. ബട്ട് ദ പീപ്പിൾ ഹു ആർ വാച്ചിങ് മസ്റ്റ് ബി തിങ്കിങ് ഇവർക്ക് സാൽസ അറിയില്ല. പെട്ടെന്ന് പറയും സെയിം. എൻ്റെ പേടി ക്ലാസിക്കൽ ഡാൻസ് ആണ്. എന്നെ ക്ലാസിക്കൽ പറഞ്ഞാൽ ഞാൻ വരില്ല എന്ന് പറയും. ബിക്കോസ് ഐ എം നോട്ട് എ ക്ലാസിക്കൽ ഡാൻസർ. ഐ ഡോണ്ട് നോ, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ബി അഷീം ഇൻ ഫ്രണ്ട് ഓഫ് ക്ലാസിക്കൽ ഡാൻസേഴ്സ്. എന്നാൽ അവരുടെ ഫോം ഓഫ് ഡാൻസ് ഞാൻ ഇൻസൾട്ട് ചെയ്യുന്ന വിരുപ്പപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ സോ ഫോം ഓഫ് ഡാൻസിന് എടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി വെരി 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 കെയർഫുൾ. ആൻഡ് ദ സെയിം തിങ് ലക്ഷ്മി ചെയ്യുമ്പോൾ ഫുള്ള് കൺട്രോൾ, ഫുള്ള് ടൈറ്റായിട്ടുണ്ട്. യുനോ മിസ്സായി പോണ് ഗ്രിപ്പ് അത് ഉണ്ടാവില്ല. വെരി സോഫ്റ്റ്, വെരി നൈസ്. എ ഗൈ ഷുഡ് ലീഡ് എ ഗേൾ. എ ഗേൾ ഷുഡ് നോട്ട് ലീഡ് എ ഗൈ. ബട്ട് ഇറ്റ് വാസ് ലുക്കിംഗ് ലൈക്ക് ലക്ഷ്മി വാസ് ലീഡിങ് അഖിൽ. സോ ഇതെല്ലാം പ്രശ്നമുണ്ട്. എനിവേ ഇറ്റ് വാസ് എ ഗുഡ് ട്രൈ. So it was an okay performance. All the best next time. Thank you. Shanti Master. Hi Akhil Lakshmi. Hi ma'am. I appreciate your attempt. എന്താണെന്നറിയോ, നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഈ റൗണ്ട് കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന ഫോമിൽ നിന്ന് മാറിയിട്ട് വേറെ പുതിയ ഫോം അറ്റംപ്റ്റ് ചെയ്യണം, പഠിക്കണം. അപ്പോൾ കിട്ടിയ കുറച്ച് സമയം, മേ ബി ഞാൻ കുറച്ച് സമയം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പ്രാക്ടീസ് അല്ല, മേ ബി ഒരു 3 days 4 days, ബിക്കോസ് അത്രയേ കിട്ടുള്ളൂ. നമുക്ക് ഒരുപാട് റൗണ്ട്സ് ഉണ്ട് പഠിക്കാൻ. അപ്പോൾ കിട്ടുന്ന ആ സമയം കൊണ്ട് നിങ്ങളുടെ ഈ പുതിയ അറ്റംപ്റ്റ്, ഈ ലാസ്റ്റ് ലെവലിൽ, നമ്മുടെ സെമി ഫൈനൽ റൗണ്ട് ലെവലിൽ യു അറ്റംപ്റ്റ് ടു ലേൺ എ ന്യൂ ഫോം. വെരി ഗുഡ്. യു മേ നോട്ട് എക്സൽ ഇൻ ദറ്റ് ഫോം,
ബട്ട് അറ്റ്ലീസ്റ്റ് യു ആർ ട്രൈങ് ടു ഡു ആൻഡ് പ്രസൻറ്റ്. ഒരു പുതിയ ഫോം ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാണ്. അതാണ് നമുക്ക് വേണ്ടത്. വി വോണ്ട് യു ഓൾ ടു ലേൺ. ഓൾമോസ്റ്റ് ഇവിടെ ഉള്ളം വരെ നിങ്ങൾക്ക് എത്ര ഫോംസ് പഠിക്കാൻ പറ്റുമോ അത് യു ഷുഡ് ലേൺ. സോ അങ്ങനെ നിങ്ങളുടെ അറ്റംപ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൽ കുറച്ചൊരു ഷാർപ്നെസ് ആൻഡ് ഒരു വാട്ട് യു ഹാവ് ടു ബി മോർ സ്ട്രേറ്റ് ഫോർ ദീസ് കൈൻഡ് ഓഫ് സ്റ്റൈൽസ്. ബട്ട് യു ആർ ട്രൈങ് ടു ലേൺ അല്ലേ? ഐ തിങ്ക് സോ ദിസ് ദ ഫസ്റ്റ് ടൈം യു ആർ അറ്റംപ്റ്റിംഗ് ടു ലേൺ സച്ച് ഫോംസ്. ഐ അഡ്മിറ്റ്, ബിക്കോസ് നിങ്ങൾ സ്ഥിരം ഹിപ്പ് ഹോപ്പാണ് ചെയ്തത് ഈ വേദിയിൽ. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് മുടിയൊക്കെ നന്നായിട്ട് ചീകിയിട്ട് വേറെ ഒരു അപ്പിയറൻസിൽ വന്നത് തന്നെ ഇറ്റ് ഷുഡ് ബി അപ്ലോഡഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇറ്റ് വാസ് എ വെരി ഗുഡ് ട്രൈ. ദ ലിപ്സ് ആൻഡ് ഓൾ. ഇപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു, ലക്ഷ്മി, യു ആർ എ ഗ്രേറ്റ് ഡാൻസർ. ഇനിയും കുറച്ചുകൂടി ദ ഗ്രേറ്റസ്റ്റ് ആവാൻ നമുക്ക് പഠിക്കാനുണ്ട്. സി, ഞാൻ പറയട്ടെ, വി ആൾ ആർ നോട്ട് പെർഫെക്റ്റ്, ബട്ട് സ്റ്റിൽ യു ഓൾ ഹാവ് ടു ലേൺ മോർ. ഇപ്പോൾ തന്നെ ഇത് പഠിച്ചപ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഒരു പുതിയ ഫോം നമ്മൾ പഠിച്ചിട്ട് അത് ചെയ്യുമ്പോൾ വി ഫീൽ ഹാപ്പി. സോ കീപ് ലേണിംഗ്. ട്രൈ ടു ഇംപ്രവൈസ് ഓൺ ദിസ് കൈൻഡ് ഓഫ് ഫോംസ്. ലേൺ, ടേക്ക് മോർ റെഫറൻസ്. അതിനായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയി പഠിച്ചാൽ നല്ലത്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. ബട്ട് വാട്ട് ഐ സോ ഹിയർ, ഇറ്റ് വാസ് എ വെരി ക്ലാസ് പെർഫോമൻസ്. വെരി കൂൾ. അതിൽ വേറെ ഒരു മൂഡ് ഉണ്ടായിരുന്നു, ഒരു അറ്റാക്ക് ബിറ്റ്വീൻ ദ കപ്പിൾ. ഒരു ചെറിയ ഫൈറ്റ്. ഇഫ് യു ആർ ഗോയിങ് ടു പുഷ് ഹിസ് ലെഗ്, ഹി pushes your leg. അങ്ങനെ ഒരു ചെറിയ ഫൈറ്റ് വാസ് ദർ ബിറ്റ്വീൻ ബോത്ത് ഓഫ് യു ഓൾ. റൊമാൻസിൽ തന്നെ there are different varieties are there, different flavors are there. അതിൽ this flavor was very nice, no? A little erotic kind of thing. It was nice. Thank you, ma'am. It could have been a little better, that's all. Because maybe I'm lacking in my idea of tango. But what I saw here, I felt it was good. Thank you, ma'am. Wishing you both good luck. Thank you, Master. Vakil Lakshmi, ഒരു good try, ഒരു good attempt. Other than it's a big risk. And that too, semi-final round. And seriously, hats off for that. Marks like pogam, Romeo Juliet out of 10. 7.5 on 10. 7.5 on 10. Laila Majnu. 7.5 on 10. 7.5 on 10. Shanti Master's mark is in the paper. Thank you, Master. Thank you, judges. Thank you, Akhil Lakshmi. Angle, we'll go for a short break and be right back only on Premier Footwear. Let's Dance Season 2. ഈ സോങ് വീണ്ടും പിക്ചറൈസ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഐ എം വെരി ഷുവർ ദിസ് ഐഡിയ വുഡ് ബി മോർ ബെറ്റർ ദാൻ വാട്ട് വി സോ ഇൻ ദ സിനിമ. സീരിയസ്ലി. BC 2-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന അശ്വഘോഷന്റെ വരികൾ. അധധർമ്മ ചക്രപ്രധാനാഭി ധൃതിമതി സമാധിനേമിമത് തത്ര വിനയ നിയമാരുമൃഷ്യർ ജഗതോ ഹിതായ പരിഷ്യദ്യ വർത്തയത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഡാൻസ് ആയിരുന്നു അത്. ആദ്യം മുതൽ അവസാനം വരെ ആ ചക്രം അത് റിലേറ്റ് ചെയ്തേക്കുന്ന ഓരോരോ ഫാക്ടേഴ്സും ഓരോരോ കാര്യങ്ങളും ഇറ്റ് വാസ് എക്സലന്റ്. Welcome back to Premier Footwear. Let's Dance Season 2. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Premier, the king of footwear. അടുത്തതായി നമ്മുടെ contestant ഇവിടെ all set to perform on stage. സ്വാഗതം ചെയ്യാം ആഞ്ചല ആൻഡ് വിനീഷ്. ഹലോ. ഇനി ഞങ്ങൾ പെർഫോം ചെയ്യാൻ പോകുന്നത് മലയാളം 2000 ഹിറ്റ്സ് ആണ്. അപ്പോൾ ഫേമസ് ആയ ക്രോണിക് ബാച്ചിലർ എന്ന് പറഞ്ഞ മൂവിയിലെ ശിലയിൽ നിന്നുള്ള സോങ്ങാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റിസ്കി ആയിട്ടുള്ള 2-3 ലിപ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ്, നന്നായിട്ട് തന്നെ ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്കിനി സ്റ്റേജിൽ കാണാം. ഹലോ ഹലോ, വെൽക്കം ടു ദ സെമി ഫൈനൽ റൗണ്ട്. ഏത് റൗണ്ട് ആണ്? 2000 മലയാളം ഹിറ്റ്സ്. മലയാളം മില്ലേനിയം ഹിറ്റ്സ് റൗണ്ട്. പാട്ട് ശിലയിൽ നിന്നും. ഓക്കെ, അപ്പോൾ ഒരു നൈറ്റ് ഡ്രസ് ഔട്ട്ഫിറ്റ് ഒക്കെയാണ്. ഒരു റൊമാൻറ്റിക് ആയിരിക്കും നിങ്ങളുടെ ഒരു അറ്റ്മോസ്ഫിയർ.
യെസ്. Yes. ഇവരുടെ ഒരു പ്ലസ് പോയിന്റ് they bring romance in different flavors. They only know that. നോ മാം. ഒന്നും അവർക്ക് വെറൈറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് എപ്പോഴും ഒരു റൊമാൻസ്. ബിക്കോസ് ഒരു ഫീമെയിൽ മേലാണെങ്കിൽ ദേ നോ ഓൺലി ദിസ്. No, but അല്ലേ? still our ഈ ഒരു romance ഈ ഒരു കോൺസെപ്റ്റേ അറിയുള്ളൂ അല്ലേ? അല്ല വിനീഷ്? ഇല്ലില്ല. ഡിഫറെന്റ് ഫ്ലേവേഴ്സിൽ കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ മാം? ഓ റൊമാൻസ് തന്നെ വെറൈറ്റി ഓഫ് ഫ്ലേവർ. ഇപ്പൊ തന്നെ മാസ്റ്റർ പറഞ്ഞില്ലേ സിജ അല്ലേ? ഫ്ലേവേഴ്സ് എന്ത് ഫ്ലേവേഴ്സ് സിജ? മാംഗോ, സ്ട്രോബെറിയോ ഓറഞ്ച്, സ്ട്രോബെറി. യാ. ആ ഫ്ലേവേഴ്സ് ഞാനും പറഞ്ഞത് ഡാൻസിലെ ഫ്ലേവേഴ്സ് ആണോ? ഓക്കെ ഞാൻ ഇനി പെർഫോമൻസിലേക്ക് പോകാം. ഞാൻ ഇനി കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല. ഗുഡ് ലക്ക്. താങ്ക് യു. ശിലയിൽ നിന്നും ഉണരു നീ എന്റെ ഗന്ധർവനായി വരൂ നീ പുഴയിലും മലർവനിയിലും തണുത്തലയും നീതാ രജനി നിന്നെ അറിയാൻ നിന്നോടലിയാൻ തിരയായലയും കടലാ ഹിമശിലനീ തപശിലനീ തമസിൽ നിന്നും തുണരുമോ ഹിമശിലനീ തപശിലനീ തമസിൽ നിന്നും ശിലയിൽ നിന്നും ഉണരു നീ. തുറക്കൂ ജാലകവാതിൽ മയക്കും മാനസവാതിൽ എന്റെ ഇനിയും മൗനം വിളിച്ചു മന്മഥമന്ത്രം തുടിച്ചു മാദകയാമം എന്റെ താമസമെന്റെ ഈ നിമിഷം പ്രിയ നിമിഷം അലഞ്ഞൊറിയും സ്വരനിമിഷം പൂമഴയും പുളകവുമായി മനമലിയും പൊന്നിമിഷം ശിലയിൽ നിന്നും ഉണരൂ തമസിൽ നിന്നും ഉണരുമോ ശിലയിൽ നിന്നും ഉണരു നീ എന്റെ ഗന്ധർവനായി വരൂ നീ പുഴയിലും മലർവനിയിലും തണുത്തലിയും നീതാ രജനി നിന്നെ അറിയാൻ നിന്നോടലിയാൻ തിരയായലയും കടൽ ഞാൻ ഹിമശിലനീ തപശിലനീ തമസിൽ നിന്നും ശിലയിൽ നിന്നും ഉണരു നീ. ഒരു ഷോർട്ട് ബ്രേക്ക് ആൻഡ് ബി റൈറ്റ് ബാക്ക് ഓൺലി ഓൺ പ്രീമിയർ ഫുട്വെയർ ലെറ്റ്സ് ഡാൻസ് സീസൺ 2. ഈ സോങ് വീണ്ടും പിക്ചറൈസ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഐ എം വെരി ഷുവർ ദിസ് ഐഡിയ വുഡ് ബി മോർ ബെറ്റർ ദൻ വാട്ട് വി സോ ഇൻ ദ സിനിമ. താങ്ക് യു മാം. സീരിയസ്ലി. BC 2-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന അശ്വഘോഷന്റെ വരികൾ. അധധർമ്മ ചക്രപ്രധാനാഭി ധൃതിമതി സമാധിനേമിമത്
തത്ര വിനയ നിയമാരുമൃഷ്യർ ജഗദോഹിതായ പരിഷ്യത്യ വർത്തയ. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഡാൻസ് ആയിരുന്നു അത്. ആദ്യം മുതൽ അവസാനം വരെ ആ ചക്രം അത് റിലേറ്റ് ചെയ്തേക്കുന്ന ഓരോരോ എന്താ ഫാക്ടേഴ്സും ഓരോരോ കാര്യങ്ങളും ഇറ്റ് വാസ് എക്സലന്റ്. அச்சுக்கோடு தச்சு 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 தச்சுக்கோடு பிச்சு 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 பிச்சுக்கோடு ரைட்டா மொட்டாகி பூவாகிட பூவாகி காயாகிட காயாகி கனியாகிட கனியாகி தனியாகிட நின்னேனே நான் தானே. முத்தாடுற பெண்ணுக்கும் முன்னுக்கும் பின்னுக்கும் கண்ணங்கள் புண்ணாகிட காயங்கள் உண்டாகிட வந்தேனே வந்தேனே. ആഞ്ചല, വിനീഷ്, എല്ലാവരും ഒന്ന് ആ റൊമാൻറ്റിക് മൂഡിലേക്ക് ഒന്ന് ട്രാവൽ ചെയ്തു ഇവർ രണ്ടുപേരും അല്ലേ അല്ലേ? ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞ അങ്ങോട്ട് ഇവിടുന്ന് കിട്ടും എന്ന്. മൂഡൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ഈ സെറ്റില് നമ്മൾ കണ്ടു. അതെ അതെ, കണ്ടു കണ്ടു. ഓക്കെ, അപ്പൊ കമന്റ്സിലേക്ക് പോകാം. ശാന്തി മാസ്റ്റർ. വിനീഷ് അഞ്ജല, മിലേനിയം മലയാളം ഹിറ്റ്സ് റൗണ്ട് അല്ലേ? ഇത് ഹിറ്റായ ഒരു പാട്ടാണോ? ആണ്, സൂപ്പർ ഹിറ്റായ പാട്ട് അല്ലേ? ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടില്ലായിരുന്നോ? പ്രാക്ടീസ് ചെയ്തോളൂ, നല്ലോണം പ്രാക്ടീസ് ചെയ്തോളൂ. അത് മനസ്സിലായി, നന്നായിട്ട് ചെയ്തു. താങ്ക് യു മാം. വെരി ബ്യൂട്ടിഫുൾ ഡാൻസിങ്. ഒരു ഡാൻസറിന്, നല്ല ഡാൻസറിന് വേണ്ട ഒരു ക്വാളിറ്റി എന്താണെന്നറിയോ? നമ്മൾ ചെയ്യുന്ന പെർഫോമൻസ് ഇവിടെ ഓഡിയൻസിലൂടെ ആ ഒരു എഫക്റ്റ്, ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. നിങ്ങൾ അവിടെ റൊമാൻസ് ചെയ്താൽ ഇവിടെ വി ഷുഡ് ഓൾസോ ഹാവ് ദറ്റ് റൊമാൻറ്റിക് മൂഡ്. ഇഫ് യു ഫൈറ്റിംഗ് ദെയർ ഓൺ സ്റ്റേജ് വി ഷുഡ് ഓൾസോ ഹാവ് ദറ്റ് ആങ്കർ ഹിയർ. സോ നിങ്ങളുടെ മൂഡ് ഇവിടെ റിഫ്ലക്റ്റ് ആവണം. അങ്ങനെ നിങ്ങളുടെ റൊമാൻസ് ഇവിടെ ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ആയി പോന്നു. എനിക്ക് ഈ കൊറിയോഗ്രാഫി വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൽ എന്താണെന്നറിയോ ബ്യൂട്ടി? ഇതിൽ ഒരു സ്പെഷ്യൽ ബീറ്റ് ഉണ്ട്, ടക്ക് ടക്ക് ടക്ക്. അത് ത്രൂ ഔട്ട് ചെയ്യാതെ ഇടയ്ക്ക് വെരി ബ്യൂട്ടിഫുള്ളി കൊറിയോഗ്രാഫ്, വെരി ബ്യൂട്ടിഫുള്ളി കൊറിയോഗ്രാഫ്. ആരാണ് നിങ്ങളുടെ കൊറിയോഗ്രാഫർ? മനു's got a great taste. See, ഒരു കൊറിയോഗ്രാഫറിന് ഫസ്റ്റ് ആദ്യം ഒരു നല്ല ടേസ്റ്റ് വേണം. ഈ ഇങ്ങനത്തെ ഒരു പാട്ട് കിട്ടിയാൽ നമ്മൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഫസ്റ്റ് ഒരു സെൽഫ് ആ ഒരു ഇൻട്രസ്റ്റും ടേസ്റ്റും വേണം. പൊതുവേ ചെയ്യുന്നത് വേറെയാണ്. യു ഹാവ് ടു ഫീൽ ഇറ്റ് ഫസ്റ്റ് ടു ക്രിയേറ്റ് ഇറ്റ്. പിന്നെ ആ ഒരു ത്രോ, ദ ഫ്ലിപ്സ്, ഹൗ ഷി ഫ്ലൂ ഇൻ ടു യുവർ ഹാൻഡ്, ആ ജഡ്ജ്മെന്റ്, calculation, the chemistry between you both, understanding, it was so class. പിന്നെ മോന്റെ കോസ്റ്റ്യൂം, ഏതാ കോസ്റ്റ്യൂം മോൻ ഇട്ടിരിക്കുന്നത്? സൂട്ട് ഇടുമ്പോ എന്താ വേണ്ടത്? അത് എനിക്ക് മനസ്സിലായി മാസ്റ്റർ. ഇപ്പോ ഷൂ ഇട്ട് കഴിഞ്ഞാലേ ചില ഈ പോസസ് ഇതൊക്കെ ചെയ്യുമ്പോഴേ. അതല്ല മാസ്റ്റർ, ഞങ്ങൾ ശരിക്കും വീടിന്റെ അകത്താണ്, പുറത്തുനിന്ന് ഞാൻ വരണാണ്. നീ ഷൂ ഊരി വെച്ചിട്ട് ആ ഹമ്മിങ്ങിന്റെ ഇടയ്ക്ക് നീ ഷൂ ഊരി വെച്ചിട്ട്, ഷൂ ഊരിയിട്ട് ഹമ്മിങ് തുടങ്ങിയതാണോ അല്ലെങ്കിൽ ഹമ്മിങ് തുടങ്ങിയിട്ട് ഷൂ ഊരിയതാണോ മോനോ? അപ്പൊ വാതിൽ തുറന്നിരുന്നു അല്ലേ? അപ്പൊ വാതിൽ നമ്മൾ ബെല്ലടിക്കണ്ട, ഒന്നും വേണ്ട, ഡോർ വാസ് ഓപ്പൺ, യു ജസ്റ്റ് വാക്ക്ഡ് ഇൻ ഹമ്മിങ് അല്ലേ മനു? ഐ ആക്സെപ്റ്റഡ്. ബെഡ്റൂം അല്ലേ അല്ലേ? ഷൂ ഇട്ടാ പിന്നെ നിങ്ങൾ ചോദിക്കും, ബെഡ്റൂമിനകത്ത് വന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാ ഷൂ ഇട്ടേന്ന് ചോദിക്കും അല്ലേ ഈ ജഡ്ജസ് അല്ലേ? നീ എപ്പോഴും ഈ ഷൂ ഇടാതിരിക്കുമ്പോൾ ഒരു എക്സ്ക്യൂസ് ഉണ്ടാവും എൻ്റെ അടുത്ത്. ഇനി വിനീഷ് വന്നാൽ ഈ സ്റ്റേജിൽ ഷൂ ഊറിയിട്ടേ വരുള്ളൂ അല്ലേ മനു? ഐ ലവ് ദിസ് പെർഫോമൻസ്. ജോക്സ് അപ്പാർട്ട്, യു ബോത്ത് ആർ very 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 good dancers. Thank you ma'am. Great performance. God bless you both. Thank you master. வினீஷ் அண்ட் அஞ்சலா எல்லாம் சாந்தி மாஸ்டர் சொல்லியாச்சு.
This is what even we felt. Sure irundha nalla irundhukum, but you gave an explanation, and அந்த சில லிஃப்ட்ஸ் எல்லாம் it was very nice. அந்த இதுலேருந்து ஜம்ப் பண்ணி அஞ்சல் அந்த லாங் ஜம்ப் பண்ண வினிஷ் பிடிச்சது எங்கேயுமே ஒரு மிஸ்ஜட்மெண்ட் இல்லாமல் it was very nice. Totally, you both, if you come to the stage, we can decide it's a romantic song or a sad song or something. It will be in love. So this is nothing new for us. உங்களோட கிரேட் நீங்க மெயின்டைன் பண்ணி you did it. It was very nice. Very nice. All the best. Thank you. Laila Majnu. Hi Vinesh and Angela. Hi ma'am. Sugamano. സുഖം. It was very neat and decent performance ആയിരുന്നു. What a timing, what a perfection, what a coordination, what a chemistry, what a lift and all. എല്ലാം ഭയങ്കര രസമുണ്ടായിരുന്നു. ആ പാട്ടിനനുസരിച്ച് ഒഴുക്കിന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നിങ്ങൾ ഈ പാട്ടിൻ്റെ ഒരു ഫ്ലോ അത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ആ റിതം എവിടെയൊക്കെ ഏതൊക്കെ ബീറ്റ്സ് ഹൈലൈറ്റ് ചെയ്യണം, ഏതൊക്കെ ലിറിക്സിന് സ്ലോ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് കൊടുക്കണം. അതുകൊണ്ടാണ് നമുക്കിവിടെ ഇരുന്ന് കാണുമ്പോൾ വളരെ പ്ലസൻ്റ് ആയിട്ട് തോന്നിയത് ഡാൻസ്. ഇറ്റ് വാസ് വെരി വെൽ ഡൺ. ഓൾ ദി ബെസ്റ്റ്. Thank you. മാർക്സിലേക്ക് പോകാം. Laila Majnu out of 10. 9.5 on 10. 9.5 out of 10. Romeo Juliet. 9.5 on 10. 9.5 on 10. Shanti Master. വേറെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇൻ കേസ് അഥവാ സിദ്ദിഖ് വീണ്ടും ഈ ക്രോണിക് ബാച്ചിലർ പിക്ചറൈസ് ചെയ്യണം പാർട്ട് 2 എടുക്കണം എന്ന് വിചാരിച്ചാൽ, ഈ സോങ് വീണ്ടും പിക്ചറൈസ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ, ഐ എം വെരി ഷുവർ ദിസ് ഐഡിയ വുഡ് ബി മോർ ബെറ്റർ ദെൻ വാട്ട് വി സോ ഇൻ ദ സിനിമ. സീരിയസ്ലി, ഞാൻ ഒരു കൊറിയോഗ്രാഫർ എന്ന നിലയ്ക്ക് ഇവിടെ നിന്ന് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാനിത് കണ്ടുകൊണ്ടിരുന്നത്. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ലൈക്ക് ദിസ്. Thank you ma'am. Thank you so much. Thank you Master. അപ്പോൾ മാർക്സ് ആ ബോക്സിന്റെ അകത്ത് പോവാണ്. ഇട്ടോളൂ. ഓക്കെ, and there goes your mark. അപ്പോൾ വിനീഷ് ആഞ്ചല സെലക്ഷൻ റൗണ്ടിലെ ഇനി ഫൈനൽ സെലക്ഷൻ റൗണ്ടിൽ ഇനി അറിയാൻ പറ്റത്തുള്ളൂ ഈ മാർക്ക്. ബട്ട് എന്തായാലും നല്ലൊരു റൊമാൻറ്റിക് ഫീൽ ഈ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തതിന് താങ്ക്സ് ഉണ്ട്. ആൻഡ് ഐ ആം ഷുവർ എല്ലാവരും അവരുടെ ലവറിന് ഒരു പ്രാവശ്യം അറ്റ്ലീസ്റ്റ് ഓർത്തിട്ടുണ്ടാവില്ലേ അല്ലേ? ലൈല മജ്നു, റോമിയോ ജൂലിയറ്റ് எனக்கு ஃபுல்லாவே இருக்கு. லைஃப் லாங் சார் வரைக்கும் ரொமான்டிக் மூட் இருந்துட்டே அது இருக்கும். அப்படி கிடையாது. ஆஃப்டர் சீயிங் திஸ் பெர்ஃபார்மன்ஸ், ஆஃப்டர் சீயிங் திஸ் பெர்ஃபார்மன்ஸ், திஸ் பெர்ஃபார்மன்ஸ் நாட் ஃபுல் கொஞ்சம் கூட ஜாஸ்தி ஆச்சு. கொஞ்சம் ஃபுல்லா ஆச்சு. இனியோட ரொமான்ஸ் ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഓക്കെ എനിവേസ് താങ്ക് യു വിനീഷ് ആൻഡ് ആഞ്ചല. നമുക്ക് അതിൽ കെമിസ്ട്രി വേണ്ടേ? അവിടെ ഹിസ്റ്ററി ജോഗ്രഫി ഒന്നുമേ ഇല്ല. കെമിസ്ട്രി ഇപ്പൊ തന്നെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ആവുന്നുണ്ട് ഇവിടെ. എനിവേസ് താങ്ക് യു വിനീഷ് ആൻഡ് ആഞ്ചല. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അടുത്ത റൗണ്ടും ഇതുപോലെ തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? ഗുഡ് ലക്ക്. Thank you. Agni will go for a short break and be right back only on Premier Footwear Let's Dance Season 2. BC രണ്ടാം ശതകത്തിൽ ജീവിച്ചിരുന്ന അശ്വഘോഷന്റെ വരികൾ. അധർമ്മ ചക്രപ്രധാനാഭി ധൃതിമതി സമാധിനേമിമത് തത്ര വിനയ നിയമാരുമൃഷ്യർ ജഗതോ ഹിതായ പരിഷ്യത്യ വർത്തയത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഡാൻസ് ആയിരുന്നു. അത് ആദ്യം മുതൽ അവസാനം വരെ ആ ചക്രം അത് റിലേറ്റ് ചെയ്തേക്കുന്ന ഓരോരോ ഫാക്ടേഴ്സ്, ഓരോരോ കാര്യങ്ങളും ഇറ്റ് വാസ് എക്സലന്റ്. அச்சுக்கோடு தச்சு 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 தச்சுக்கோடு பிச்சு 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 பிச்சுக்கோடு ரைட்டா முத்தாடுற பெண்ணுக்கும் முன்னுக்கும் பின்னுக்கும் கண்ணங்கள் புண்ணாகிட காயங்கள் உண்டாகிட வந்தேனே வந்தேனே. വെൽക്കം ബാക്ക് ടു പ്രീമിയർ ഫുട്വെയർ ലെറ്റ്സ് ഡാൻസ് സീസൺ 2. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർ. നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് പെർഫോം ചെയ്യാൻ പോകുന്ന റൗണ്ട് ക്രിയേറ്റീവ് റൗണ്ട് ആണ്. വെൽക്കം ജാക്കി ശ്രീകാന്ത്.
ഹായ് ജാക്കി, ഹായ് ശ്രീകാന്ത്. Hi. ക്രിയേറ്റീവ് റൗണ്ട് ഇപ്രാവശ്യം എന്താണ് ക്രിയേറ്റീവ് ആയിട്ട് കൊണ്ടുവന്നത്? Evolution of Chakra. Revolution of Chakra. Evolution of Chakra. Wow. അത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാമോ? ചക്രം എന്ന് പറയുന്ന സാധനം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ എനിക്ക് ഓൾ ദി ബെസ്റ്റ് പറയാനുള്ളൂ. ബിക്കോസ് പ്ലീസ് നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കൂടുതലാണ്. സോ പ്ലീസ് സ്റ്റാൻഡ് അപ്പ് ടു ദ എക്സ്പെക്ടേഷൻസ്. ഗുഡ് ലക്ക്. താങ്ക് യു. സ്ഥലകാലങ്ങളിലൂടെ മനുഷ്യൻ്റെ സാംസ്കാരിക പരിണാമ കഥകൾ. ശിലായുഗം, പ്രാചീന ശിലായുഗം, മധ്യകാല ശിലായുഗം എന്നിവ പിന്നിട്ട് നവീന ശിലായുഗത്തിലെത്തിയതോടെ മനുഷ്യൻ കണ്ടുപിടുത്തങ്ങളുടെ വിജയഗാഥകൾ രചിച്ചു. 44 ലക്ഷം വർഷം പഴക്കമുള്ള ആർട്ടിപിതേക്കസ് എന്ന ആദ്യ മനുഷ്യനിൽ നിന്നാരംഭിച്ച പരിണാമത്തിൻ്റെ ചരിത്രം. ശിലായുഗത്തിൽ അവന് ചക്രങ്ങളെക്കുറിച്ച് അറിയുമായിരുന്നില്ല. നിവർന്നു നിൽക്കാൻ ശേഷിയുണ്ടായിരുന്ന ആദ്യ മനുഷ്യകുലം സിൻചാന്ത്രോപ്പസ് എറക്ടസ് ആണ്. ഭാരം ചുമന്ന് അവൻ ജീവിച്ചു. എന്നാൽ അഗ്നിസ്ഫുലിംഗമായൊരറിവ് നവീന ശിലായുഗത്തിലെ മനുഷ്യന്റെ തലച്ചോറിൽ നിറഞ്ഞു. അവൻ ചക്രം കണ്ടുപിടിച്ചു. വിസ്മയകരമായ കണ്ടെത്തൽ. മനുഷ്യചരിത്രത്തിലെ നാഴികക്കല്ലാണ് ഈ കൽച്ചക്രങ്ങൾ. കൽച്ചക്രങ്ങൾ കഠിനമായപ്പോൾ അവൻ മെരുക്കിയെടുത്ത മൃഗങ്ങൾ വലിക്കുന്ന വണ്ടികളിൽ മരം കൊണ്ട് തീർത്തു ചക്രങ്ങൾ. മനുഷ്യജീവിതത്തെ മാറ്റിമറിച്ച പുതിയൊരറിവ്. കാലത്തിൻ്റെ വൈവിധ്യമാർന്ന അവസ്ഥകളിലൂടെ പൗരാണികതയിൽ നിന്നും ആധുനികതയിലേക്ക് അവൻ ചക്രങ്ങൾ കൊണ്ട് ദൂരത്തെ കീഴടക്കി, സമയത്തെ കീഴടക്കി. നവീനാശിലായുഗത്തിലെ ഒരു മനുഷ്യന്റെ തലച്ചോറിൽ രൂപപ്പെട്ട ചക്രമെന്ന ചിന്ത മനുഷ്യകുലത്തെ ആകമാനം മാറ്റിമറിച്ചു. പൽചക്രങ്ങളിൽ എത്തി നിൽക്കുന്ന മനുഷ്യന്റെ പുരോഗതി. പക്ഷെ ഭയാനകമായൊരു ഭവിഷ്യത്തിലേക്ക് ഈ ചക്രങ്ങൾ ഉരുളുകയാണോ എന്നൊരാകുലത നമ്മളിൽ നിറയുന്നില്ലേ? എല്ലാം അസ്തമിക്കുന്ന ഒരു ഇരുട്ടിലേക്ക് പോകുമോ എന്നൊരു ചിന്ത. ഇല്ല. നൈതിക മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ധാർമ്മിക മാർഗങ്ങളിലൂടെ ആത്മീയോന്നമനവും മനുഷ്യസ്നേഹവും സ്വായത്തമാക്കുക എന്ന ആശയങ്ങളെ പ്രതീകാത്മകമായ ഭംഗിയോടുകൂടി പ്രകടിപ്പിക്കുന്ന നമ്മുടെ അശോകചക്രം ശുഭപ്രതീക്ഷയോടെ എന്നും തെളിയട്ടെ ധർമ്മചക്രം. BC 2-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന അശ്വഘോഷന്റെ വരികൾ. അധധർമ്മചക്രപ്രധാനാഭി ധൃതിമതി സമാധിനേമിമത് തത്ര വിനയ നിയമാരുമൃഷ്യർ ജഗതോ ഹിതായ പരിഷ്യദ്യ വർത്തയത്. ജാക്കി, ശ്രീകാന്ത്, ഇനി എന്ത് വേണം അല്ലേ? എല്ലാവരും gave you a standing ovation. ഇനി എന്ത് വേണം? I mean that evolution of chakra മാത്രമല്ല, you showed evolution of man also. Hats off to the idea. Shanti Master. ഇത് ഏതാ റൗണ്ട് ജാക്കി, ശ്രീകാന്ത്? ക്രിയേറ്റീവ്. ക്രിയേറ്റീവ്. ഇതിന്റെ ക്രിയേറ്റർ നമ്മൾ വിളിക്കണ്ടേ? പ്ലീസ് കോൾ ഹിം ഓൺ സ്റ്റേജ്. രതീഷ് അല്ലേ? ഗോഡ്സ് ക്രിയേഷൻ ഇസ് വെരി ഗ്രേറ്റ്. പക്ഷേ ഇതുപോലെ സ്പെഷ്യൽ ക്രിയേഷനൊക്കെ നമ്മുടെ ഈ അമൃത TV-യിൽ ഒരുപാട് നല്ല നല്ല ക്രിയേഷൻസ് കൊണ്ടുവന്നത് നമ്മുടെ രതീഷാണ്. ഗ്രേറ്റ് തോട്ട്, വെരി ബ്യൂട്ടിഫുള്ളി പെർഫോംഡ്. നോ വേർഡ്സ് ടു സേ. ദിസ് വാസ് awesome. Thank you. God bless the whole team. Thank you. ഞാൻ പേഴ്സണലി അയ്യോ ജാക്കി ശ്രീകാന്ത് പെർഫോമൻസസ് കുറച്ച് ലോ ആയിക്കൊണ്ടിരിക്കുക, എന്തോ പാവം അവരുടെ ബാഡ്
ലക്ക് അങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുമ്പോൾ യു കെയിം വിത്ത് എ ബാങ് ഓൺ ആൻഡ് എൻ ഓസം പെർഫോമൻസ്. നത്തിങ്, ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഇത് കണ്ടാൽ മതി, മനസ്സിലാവും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാസ്റ്റർ. റോബർട്ട് ജൂലിയറ്റ്. ജാക്കി, ശ്രീകാന്ത്, രതീഷ്, സൂപ്പർ. നോ വേർഡ്സ്, നോ കമൻറ്റ്സ്, ഇറ്റ് വാസ് ഓസം. നിങ്ങൾ 3 പേരും എന്ന് പറഞ്ഞാൽ 3 ശരീരവും ഒരു മനസ്സുമാണ്. ഇതിൻ്റെ രതീഷ് എന്ത് വിചാരിക്കുമോ അത് 101% എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ജാക്കി ശ്രീകാന്ത് തയ്യാറാണ്. പിന്നെ ജാക്കി ശ്രീകാന്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൊറിയോഗ്രാഫറിൻ്റെ തലയാണ്. അതൊരു വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു 1.5 തലയാണെന്ന് പറയും. കാര്യം ആരും ചിന്തിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഒരു നിങ്ങൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷനിൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ ആലോചിക്കാം അതൊക്കെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ആലോചിച്ചു. പക്ഷേ അതിൽ നിങ്ങളുടെ ആ സോങ്ങിന് പകരം അങ്ങനെ ഒരു നറേഷനിലൂടെ ഒരു ഡിഫറൻസ് നിങ്ങൾ അതിൽ കൊണ്ടുവന്നു. പിന്നെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഒരു സാധാരണ ഒരാൾക്ക്, ഇപ്പം നമ്മുടെ പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ എല്ലാ തലത്തിലുള്ള ആളുകളുണ്ട്, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളുടെ ആ മൂമെൻറ്റ്സ് കമ്പോസ് ചെയ്ത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഡാൻസ് ആയിരുന്നു. അത് ആദ്യം മുതൽ അവസാനം വരെ ആ ചക്രം അത് റിലേറ്റ് ചെയ്തേക്കുന്ന ഓരോരോ ഫാക്ടേഴ്സ്, ഓരോരോ കാര്യങ്ങളും ഇറ്റ് വാസ് എക്സലന്റ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലൈല മജ്നു. ഹായ് രതീഷ്. ബ്യൂട്ടിഫുൾ കൊറിയോഗ്രാഫർ രതീഷ്. താങ്ക് യു. ബിക്കോസ് ഇപ്പോൾ കണ്ടാലും ഏതാவது വെറൈറ്റി ആയിട്ടാണ് നീ കൊറിയോഗ്രാഫ് ചെയ്യുന്നത്. ഇതില്ല. പ്ലസ് ഈ സോങ്ങിൽ ഞാൻ സോങ് പറയാൻ പറ്റില്ല, ഇത് ഒരു ജസ്റ്റ് ഒരു നറേഷനാണ്. ഇറ്റ്സ് ലൈക്ക് ഹൗ ദ ചക്ര വർക്ക്സിൻ്റെ നറേഷനിൽ ഒരു മൂവ്മെൻറ്റ്, ഡാൻസ് മൂവ്മെൻറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട്. നമ്മൾ വെറുതെ ഒരു സോങ്ങിൽ ഡാൻസ് മൂവ്മെൻറ്റ് ഇടണമെങ്കിൽ അത് അത്രയും ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഒരു നറേഷനിൽ യു ഷോഡ് അബൌട്ട് ചക്ര, യു ഷോഡ് അബൌട്ട് ഡാൻസ്, യു ഷോഡ് അബൌട്ട് പാഷൻ, യു ഷോഡ് അബൌട്ട് ലവ്, എവറിത്തിങ് എൽസ് വാസ് ദെയർ ഇൻ ദാറ്റ്. The man, how it was created, എല്ലാം it was like amazing. എന്താ പറയാൻ അറിയോ, ഒരു ക്രിയേറ്റർ സീരിയസ് ആയിട്ട് ഇതുപോലെ ക്രിയേറ്റിവിറ്റി മൈൻഡ് എത്രയോ ക്രിയേറ്റിവിറ്റി നമ്മൾ ചെയ്യും. അതിൽ നമ്മൾ ബെസ്റ്റ് ക്രിയേറ്റിവിറ്റി ലൈഫ് ലോങ് അത് എപ്പോഴും ബെസ്റ്റ് ആയിട്ടുണ്ടാവും. യു ഹാവ് ലോട്ട് ഓഫ് ബെസ്റ്റ് ക്രിയേറ്റിവിറ്റി ഓഫ് യുവേഴ്സ്. ഞാൻ മാത്രമല്ല, ഇതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ് എഴുതിയ ആള്, ഡബ് ചെയ്ത ആള്, പിന്നെ നമ്മുടെ ഒരു വലിയ ക്രൂ തന്നെ ഉണ്ട്. അത് മാസ്റ്റർ കൂപ്പിളോ മാസ്റ്റർ പ്ലീസ്. അരുൺ ചണ്ടി. ഇത് ഫസ്റ്റ് ക്രിയേറ്റിവിറ്റി റൗണ്ട് എന്ന് പറയുമ്പോൾ വാട്ട് യു തോട്ട്, വാട്ട് വാസ് യുവർ ഐഡിയ, ഹൗ യു ഗോട്ട് ദിസ് ഐഡിയ? ക്രിയേറ്റീവ് റൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ 2 ദിവസം വെറുതെ ഇരിപ്പാണ്. അതിനി ആലോചിച്ച് എന്ത് പുതിയതായിട്ട് ചെയ്യാമെന്ന് ആലോചിച്ച് ഇതുപോലെ അരുണും ചാണ്ടി ഷാജു എല്ലാവരോടായിട്ട് ഡിസ്കസ് ചെയ്തുണ്ടായ ഒരു ക്രിയേറ്റീവ് ആണ്. ഓക്കെ, ഐഡിയ ആണ്. പക്ഷേ ഒരു ചക്രനെ കുറിച്ച് ഫുള്ളായിട്ട് ഡീറ്റെയിൽ എടുത്ത് അത് ഒരു എഴുതിയിട്ടുണ്ടാവും. ഇറ്റ് മസ്റ്റ് ബി എ സ്ക്രിപ്റ്റ് അല്ലേ? ചക്രം എന്നൊരു ബേസിക് ഐഡിയ മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും ബാക്കി സ്ക്രിപ്റ്റ് ചെയ്യാനൊക്കെ പിന്നെ എല്ലാവരുടെയും ഒരു ഹെൽപ്പാണത്. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക് ബ്രദർ. ഓൾ ദി ബെസ്റ്റ്. യു പീപ്പിൾ റോക്ക്. ഗ്രേറ്റ്. ജാക്കി ശ്രീകാന്ത്, താങ്ക്സ്. ഇതുവരെ ഞാൻ പേടിച്ചു പോയി, നിങ്ങളുടെ പെർഫോമൻസ് അത്രയും ബെസ്റ്റ് ആയിട്ടില്ല. 2-3 പെർഫോമൻസ്. സ്വപ്ന വിചാരിച്ചു നിങ്ങളുടെ മാർക്ക് എന്തെങ്കിലും പോകാൻ പോകുന്നു. ഐ ഡോണ്ട് നോ. യു കെയിം ബാക്ക് അറ്റ് ലാസ്റ്റ്. എനിവേ ഓൾ ദി ബെസ്റ്റ്. Thank you, Laila Majnu. Anyways, Jackie, Shrikant, Arun Chetan and Radhi Chetan, thank you so much. Thanks. ഈ ഒരു സ്റ്റേജ് ഇങ്ങനെ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും ബ്യൂട്ടിഫുൾ തോട്ട്സ് ആൻഡ് പെർഫോമൻസസ് കൊണ്ടുവരുമ്പം നമുക്ക് തന്നെ സന്തോഷമുണ്ട്. താങ്ക് യു. ഓക്കെ, ഇന്ന് രതീഷ് ചേട്ടൻ മാർക്ക് ചോദിക്കും. മാർക്ക് ചോദിച്ചോളൂ. മാർക്ക് ലൈല മജ്നു, മാർക്ക് പ്ലീസ്. 10 on 10. അരുൺ ചേട്ടൻ മാർക്ക് ചോദിച്ചോളൂ. മാർക്സ്. Romeo Juliet, marks. 10 on 10. Jackie, Shrikant, ശാന്തി മാസ്റ്ററോട് കമന്ററി മാത്രം പറഞ്ഞാൽ മതിയാ? മാർക്സ് മാമിന്റെ കയ്യിലുണ്ട്. എടുക്കുന്നു, കറക്കുന്നു. ഓക്കെ, താങ്ക് യു ജഡ്ജസ്, താങ്ക് യു ഹോൾ ടീം. സന്തോഷമുണ്ട്, വളരെ വളരെ സന്തോഷം. ഇനി കമ്മിങ് റൗണ്ട്സ് ഇതുപോലെ തന്നെ ക്രിയേറ്റീവായ ഐഡിയാസ് ഒക്കെ ഉണ്ടാവുമോ? ഉണ്ടാകും. ഗുഡ് ലക്ക്.
Chakram pole thane, our time is moving. It's time to wind up now. We'll meet you next day with much more exciting performance. Till then, this is me, Sija, signing off from Premier Footwear. Let's Dance Season 2. அச்சு கோடு தச்சு 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 கோடு பிச்சு 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 கோடு ரைட்டா மொட்டாகி பூவாகிட பூவாகி காயாகிட காயாகி கனியாகிட கனியாகி தனியாகிட நின்னேனே நான் தானே முத்தாடுற பெண்ணுக்கும் முன்னுக்கும் பின்னுக்கும் கண்ணங்கள் புண்ணாகிட காயங்கள் உண்டாகிட வந்தேனே வந்தேனே மைனா மைனா குருவி மனசார பாடுது மாயங்கள் காட்டுது ஓய் ஓய் அது நைசா நைசா தழுவி நதி போல ஆடுது ஜோடியை கூடுது ஓய் ஓய் மெல்ல காதலிக்க எங்கெங்கோ சுற்றித்தான் வந்த மான்கள் மன்னன் பூங்குளத்தில் ஒன்றல்ல ரெண்டல்ல வண்ண மீன்கள். லிரிக்ஸில் வந்து உங்களோட ஸ்டெப்ஸ் எல்லாமே வந்து லிரிக்ஸோட போகுது. மியூசிக்னு வரும்போது அந்த மியூசிக்கில் என்ன ஆகுதுன்னா நார்மலாக லிரிக்ஸில் எப்படி போதோ அப்படி தான் போகுது. சேஞ்ச் ஓவர்ஸ் இல்லை. எக்ஸ்கியூஸ் மீ. நான் அடிச்சா தாங்க மாட்டேன், 4 மாசம் தூங்க மாட்டேன், மோதி பாரு வீடு போய் சேர மாட்டேன். ஜுகுனூரே 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 ஜுகுனூ ஜுகுனூரே ஜுகுனூரே ജുഗുനൂരേ ജുഗുനൂ. നിങ്ങൾ നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പക്ഷേ ആ ശ്രമങ്ങൾ ഇച്ചിരി കൂടിപ്പോയി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് ക്ലിയർ ആയി കഴിഞ്ഞാൽ അത് കൺവേ ആവും, കാണുന്ന പ്രേക്ഷകർക്ക് അത് എന്താണെന്ന് മനസ്സിലാവും. ഇത് ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് എവിടെയാണ് നോക്കേണ്ടത്, എന്താണ് സംഭവിക്കുന്നത് നോക്കുമ്പോൾ തന്നെ ഒരു പൊടിക്ക് ഒരു ക്ലംസിനെസ് വന്നു പോയി.